ഇന്ന് നമ്മൾ കണ്ട മറ്റൊരു കാഴ്ച ഷോപ്പിയാനിലാണ്. ഭീകരർക്കെതിരെ കശ്മീരിൽ ഓപ്പറേഷൻ കെല്ലാറുമായി സൈന്യം. ഷോപ്പിയാനിൽ 3 ഭീകരരെ സൈന്യം കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരർ ഷാഹിദ് കുട്ടയും അദ്നാൻ ഷാഫിദറും ഉള്ളതായാണ് റിപ്പോർട്ട്. ഓപ്പറേഷൻ കെല്ലാർ പുരോഗമിക്കുന്നതായി സൈന്യം അറിയിച്ചു. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ ജമ്മുകശ്മീരിൽ നിന്ന്. ആദിൽ പാലോട്, ഷോപ്പിയാൻ വനമേഖലയിലാണ് ഇന്ന് നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് സൈന്യവും ഭീകരരും പോയത്. ഈ ഭീകരരുടെ പശ്ചാത്തലം സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായ വിവരങ്ങൾ പുറത്തുവരികയാണോ? നിരവധി കേസുകളിൽ പ്രതിയായ നിരവധി ഭീകരപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് ഈ കൊല്ലപ്പെട്ട 3 പേർ എന്നുള്ളതാണ് നിലവിൽ അറിയിക്കുന്നത്. പാക് ഭീകരൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയവും നിലവിലുണ്ട്. കൂടുതൽ പേർക്കായുള്ള തെരച്ചിൽ സമീപത്തെ പ്രദേശത്ത് പുരോഗമിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ റൈഫിൾസിൻ്റെ ഒരു പ്രത്യേക രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും കരസേനയുടെയും ഒപ്പം CRPFിൻ്റെയും ജമ്മു കശ്മീർ പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഷോപ്പിയാനിലെ വനമേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. കെല്ലാർ വനമേഖലയിലാണ് തെരച്ചിൽ നടത്തിയത്. അതിനെ ഓപ്പറേഷൻ കെല്ലാർ എന്ന് പേരിട്ട് സൈന്യം വിളിക്കുകയും ചെയ്തു. ആ തെരച്ചിലാണ് 2-3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ള ഏറ്റുമുട്ടൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായത്. 4 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് എന്നാണ് പ്രാഥമികമായി സൈന്യം വിലയിരുത്തുന്നത്. അതിൽ 4 പേരിൽ 3 പേരെ വധിക്കാൻ കഴിഞ്ഞു എന്ന് സൈന്യം അറിയിക്കുന്നുണ്ട്. ഇതിൽ 2 പേരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഒരാളുടെ പേര് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ചുള്ള തിരിച്ചറിയൽ അന്വേഷണം നടക്കുകയാണെന്ന് സൈന്യം അറിയിക്കുന്നു. ഓപ്പറേഷൻ കെല്ലാർ എന്ന് പേരിട്ട തെരച്ചിലും ഏറ്റുമുട്ടലും ഭീകരരെ വധിക്കുന്ന നടപടിയും അടുത്ത ദിവസങ്ങളിലും തുടരും എന്നതാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിവരം. ഷോപ്പിയാന്റെ വിവിധ മേഖലകളിൽ വനമേഖലകൾ കേന്ദ്രീകരിച്ച് ഭീകരർ, പാക് ഭീകരരടക്കം എത്തിയിട്ടുണ്ട് എന്ന സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയും ഏറ്റുമുട്ടലും. ഇതിനൊപ്പം പഹൽഗാം ഭീകരാക്രമണവുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. 20 ലക്ഷം രൂപ ഏതെങ്കിലും രൂപത്തിൽ വിവരം നൽകുന്നവർക്ക്, ഭീകരരെ കുറിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപയാണ് സൈന്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പോസ്റ്ററുകൾ പുൽവാമ അടക്കമുള്ള തെക്കൻ കശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ സൈന്യവും ജമ്മു കശ്മീർ പോലീസും പതിപ്പിച്ചിട്ടുണ്ട്. ഭീകരർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും കൃത്യമായ നടപടികളിലേക്ക്, ഭീകരതയെ അടിവേരറുക്കുന്ന രൂപത്തിലേക്ക് നടപടികളുമായി സൈന്യം കടക്കുന്നു. അതിൻ്റെ അടുത്ത ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയുള്ള മറ്റൊരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ കെല്ലാർ. അത് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. തുടരുമെന്നും സൈന്യം അറിയിക്കുന്നു. സുജയ.